അഖില മിസ് ആണ്. നിങ്ങൾ എല്ലാവരും ക്രിസ്മസ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും. മിസ്സിന് അറിയാം, അടിപൊളിയായിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ലിവിങ് ഇൻ ഹാർമണി, ഒന്നിച്ച് നിൽക്കാം എന്ന് പറയുന്ന നമ്മുടെ ബേസിക് സയൻസിലുള്ള അടിപൊളി ചാപ്റ്റർ ഉണ്ട് അല്ലെ. ചാപ്റ്റർ ഒക്കെ മക്കൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു, മക്കൾ കണ്ടിട്ടുണ്ടാവും. പ്രധാനപ്പെട്ട കുറെ മുൻ വർഷത്തിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ നമ്മൾ പറഞ്ഞു. ഇന്ന് മിസ് വന്നിട്ടുള്ളത് എഗെയിൻ കുറച്ച് ക്വസ്റ്റ്യൻസും ആയിട്ടാണ്. ഇതും എന്ത് തന്നെയാണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ചാപ്റ്ററിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ അറിഞ്ഞുകൊണ്ട് പഠിച്ചിട്ടേ കാര്യമുള്ളൂ അല്ലെ. നിങ്ങൾക്കറിയാം, കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് അറിയുമ്പോൾ പോലും നമുക്ക് ഉത്തരം കറക്റ്റ് ആയിട്ട് എഴുതാൻ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ടിസ്റ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റാറില്ല. അപ്പൊ ആ ക്വസ്റ്റ്യന്റെ പാറ്റേൺ അറിഞ്ഞിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ മക്കൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതാണ് മിസ്സിന് പറയാനുള്ളത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരെ. അതായത് ഒരു ആക്ടിവിറ്റി ആണ്, ABC എന്ന് പറഞ്ഞിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യന്റെ പാറ്റേൺ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, വിച്ച് ഈസ് മോർ സ്യൂട്ടബിൾ ഹാബിറ്റേറ്റ് ഫോർ ദ ഫിഷ്, ദ അക്വേറിയം ഓർ ദ പോണ്ട് അല്ലെ. ഏതാണ്, കുളമാണോ അതല്ല അക്വേറിയത്തിലാണോ മത്സ്യത്തിന് കൂടുതൽ ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ള സാഹചര്യം ഉള്ളത്? നമുക്കറിയാം, അക്വേറിയത്തിലും മത്സ്യം ജീവിക്കുന്നുണ്ട്, കുളത്തിലും ഫിഷ് എന്ത് ചെയ്യുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. പക്ഷെ അക്വേറിയം എന്ന് പറയുന്ന സമയത്ത് അത് എന്താണ്, അതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ, ഒരു ഇക്കോസിസ്റ്റം ആണ്. അതേസമയം കുളം എന്ന് പറയുന്നത് പ്രകൃതിദത്തമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റം ആണ്. അപ്പൊ അവിടെ വളരെ ഫ്രീ ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഫിഷിനെ പിടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു അക്വേറിയത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പൊ നിങ്ങൾ നോക്കി, അക്വേറിയത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരു ഫിഷിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അതിന് കിട്ടാൻ പോകുന്ന സാഹചര്യം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ് അല്ലെ. അവിടെയുള്ള ഏത് ഫാക്ടർ നമ്മൾ നോക്കുകയാണെങ്കിലും, ഇപ്പൊ എയർ ആയിക്കോട്ടെ, വാട്ടർ ആയിക്കോട്ടെ, ഇതൊക്കെ വളരെ ലിമിറ്റഡ് ആണ്. ഫുഡും അതെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. പക്ഷെ കുളത്തിലെ സംബന്ധിച്ചിടത്തോളം അവിടെ അതിന് വേണ്ടതെല്ലാം ഉണ്ട്. അത് വെള്ളം ആയാലും ശരി, ഈ പറഞ്ഞ വായു ആയാലും ശരി, മറ്റെന്താണ് അക്വാട്ടിക് ലൈഫ് അല്ലെ. അക്വാട്ടിക് ലൈഫ് അതായത് അവിടെയുള്ള അക്വാട്ടിക് പ്ലാന്റ്സ് ഉണ്ടായിരിക്കും, ചെറിയ ചെറിയ ഇൻസെക്ട്സ്, ഫിഷ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള എല്ലാ സാധ്യതകളും എവിടെയുണ്ട്, കുളത്തിലുണ്ട്. അവിടെ ഫ്രീ ആയിട്ട് ഒരുപാട് സ്പേസ് അതിന് കിട്ടുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഈ ഒരു നാല് ചുമരെന്നല്ല, ആ ഒരു അക്വേറിയത്തിന്റെ കൂടിന്റെ ഉള്ളിൽ ഇരിക്കേണ്ട ആളല്ല നമ്മുടെ ഫിഷ് എന്നുള്ളത്. ആ രീതിയിൽ നമുക്ക് പറയാം. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും അക്വേറിയം ഒക്കെ വീട്ടിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ തന്നെയാണ് അല്ലെ. മിസ് പറയുന്നത്, ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ അവിടെ നമ്മൾ പഠിച്ച ഇക്കോസിസ്റ്റവും ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സിനെ പറ്റി ഒക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, ആൻസർ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ കുളത്തിലാവുന്ന സമയത്ത് ഇത്രയും അഡ്വാൻറ്റേജസ് അല്ലെ, ഇത്രയും സൗകര്യങ്ങൾ ആർക്ക് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്, നമ്മുടെ ഫിഷിന്, നമ്മുടെ മത്സ്യത്തിന് കിട്ടുന്നുണ്ട്. അതിന്റെ സ്വന്തം വീട് പോലെയാണ്. മറ്റേതെന്ന് പറയുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ അത് എന്താണ്, നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ കിട്ടിക്കൊണ്ടാണ് അത് ജീവിക്കുന്നത്. അതാണ് അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ആർ ദ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് വിച്ച് എനാബിൾ ദ ഫിഷ് ടു ലിവ് ഇൻ പോണ്ട്സ്, റൈറ്റ് ദം ഇൻ ദ ഗിവൺ ടേബിൾ. അതായത് നമ്മളിപ്പോ പറഞ്ഞു, കുളത്തിൽ ജീവിക്കുമ്പോൾ കിട്ടുന്ന കുറെ കാര്യങ്ങൾ അല്ലെ. ആ ഒരു ഫാക്ടേഴ്സിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിന് ബയോട്ടിക് ആൻഡ് അബയോട്ടിക്, ജീവീയ ഘടകം, അജീവീയ ഘടകം എന്ന് നമ്മൾ എന്ത് ചെയ്യണം, തരംതിരിച്ച് ഈ കോളത്തിലേക്ക് എഴുതണം. അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ബയോട്ടിക് ഫാക്ടർ എന്താണ്, അബയോട്ടിക് ഫാക്ടർ എന്താണ്. ഒരു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ജീവനുള്ള ലിവിങ് തിങ്സിനെ നമുക്ക് എന്ത് വിളിക്കാം, ബയോട്ടിക് അല്ലെ, ജീവീയ ഘടകം എന്ന് വിളിക്കാം. എന്നാൽ ജീവൻ ഇല്ലാത്തതിനെ, നോൺ ലിവിങ് തിങ്സിനെ ഒക്കെ നമുക്ക് എന്ത് വിളിക്കാം, അബയോട്ടിക്, അജീവീയ ഘടകം എന്ന് വിളിക്കാം. ഇവർ രണ്ടുപേരും ചേർന്നിട്ടുള്ള ആ ഒരു ഇക്കോസിസ്റ്റത്തിലാണ് നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത് അല്ലെ. അപ്പൊ മത്സ്യത്തിനെ സംബന്ധിച്ചിടത്തോളം, അതിനെ സംബന്ധിച്ചിടത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ, യെസ്, അതിന്റെ ഈ പറഞ്ഞിട്ടുള്ള ഒരു ലൈഫ് അല്ലെ, അതിന്റെ ഈ കുളത്തിലുള്ള ലൈഫ് എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ടും നമുക്കറിയാം, അവിടെ എന്തുണ്ട്, അക്വാട്ടിക് പ്ലാന്റ്സ് ഉണ്ട് അല്ലെ. അതായത് ജലത്തിലുള്ള ഒരുപാട് സസ്യങ്ങൾ എവിടെ ഉണ്ടാവും, നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള കുളത്തിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് എഴുതാം അക്വാട്ടിക് പ്ലാന്റ്സ്, അതായത് എന്താണ്, ജലസസ്യങ്ങൾ നമുക്ക് പറയാം. ഇനി സസ്യങ്ങൾ മാത്രമാണോ, അവിടെയുള്ള മീനിന്റെ ഫുഡ് എന്ന് പറയുന്നത് അവിടെയുള്ള ഇൻസെക്ട്സും ചിലപ്പോൾ മറ്റു ഫിഷും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് അവിടെയുള്ള ഇൻസെക്ട്സിനെ എന്ത് ചെയ്യാം, ബയോട്ടിക് ഫാക്ടർ ആയിട്ട് നമുക്ക് കൂട്ടാം അല്ലെ. ഇൻസെക്ട്സ്, അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഫിഷിന്റെ കാര്യം പറയുവാണെങ്കിൽ അതർ ഫിഷസ് ഞാൻ അവിടെ എഴുതുന്നില്ല, കാരണം നമുക്ക് വേണമെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാം. ഇൻസെക്ട്സ് ആൻഡ് അതർ ഫിഷസ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. ഇതൊക്കെ അവിടുത്തെ എന്താണ് അക്വാട്ടിക് ലൈഫിലുള്ള നമ്മുടെ ബയോട്ടിക് ഫാക്ടേഴ്സ് അല്ലെ, നമ്മുടെ ജീവനുള്ള ആളുകളാണ്. ഓക്കെ, പ്രാണികൾ അല്ലെ, പ്രാണികൾ. അപ്പൊ ഇതിനെയൊക്കെ കഴിച്ചുകൊണ്ടും കൂടി ആയിരിക്കും ചിലപ്പോൾ അവിടെ ആളുകൾ എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്വാട്ടിക് ഓർഗാനിസംസ് അല്ലെ, അക്വാട്ടിക് ജീവികൾ, നമ്മുടെ ജീവി ഘടകങ്ങളിൽ പെട്ടിട്ടുള്ള നമ്മുടെ കുളത്തിലൊക്കെ താമസിക്കുന്ന ആളുകൾ. ഇനി നേരെ അബയോട്ടിക് ഫാക്ടർ, അജീവീയ ഘടകത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാലോ, അവിടെ നമുക്കറിയാം ഒരാൾക്ക് ജീവിക്കാൻ വേണ്ട ഏറ്റവും ഉള്ള വായു, എയർ വേണ്ടേ. അപ്പൊ നമ്മുടെ എയർ നമുക്ക് എഴുതാം അല്ലെ, എയർ, നമ്മുടെ വായു ഉണ്ട്. വാട്ടർ അല്ലെ, നമ്മുടെ ജലമുണ്ട്. യെസ്, വാട്ടർ, ജലം. സോയിൽ അല്ലെ, നമ്മുടെ മണ്ണുണ്ട്. സോയിൽ അല്ലെ, മണ്ണ്. ആൻഡ് ആവശ്യത്തിനുള്ള പ്രകാശം, ലൈറ്റ് ഒക്കെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, യെസ്, കിട്ടുന്നുണ്ട് അല്ലെ. സൺലൈറ്റ് ഉണ്ട്. യെസ്, സൺലൈറ്റ്, പ്രകാശം.
സൂര്യപ്രകാശമാണേ. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കോളമായിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ട് തരംതിരിക്കാൻ പറയാം, ചിലപ്പോൾ ഇതേപോലെ ഒന്നും തരാതെ ചോദിക്കാം. അപ്പൊ ആ രീതിയിൽ കാര്യങ്ങൾ അറിയെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് എന്താണ് ബയോട്ടിക് ഫാക്ടർ, എന്താണ് അബയോട്ടിക് ഫാക്ടർ, എന്താണ് ജീവീയ ഘടകം, എന്താണ് അജീവീയ ഘടകം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കിത് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇതിനൊരു സി പാർട്ട്, ഒരു ലാസ്റ്റ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു. നെയിം ദ പ്ലേസ് ഇൻ വിച്ച് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് എക്സിസ്റ്റ് ടുഗദർ ബൈ ദർ മ്യൂച്വൽ റിലേഷൻഷിപ്പ്. ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് എന്ത് ചെയ്യുന്നു, ജീവിക്കുന്നു. അങ്ങനെയുള്ള ആ ഒരു പ്രദേശത്തിന്, അങ്ങനെ അവർ എക്സിസ്റ്റ് ചെയ്യുന്ന പ്രദേശത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ, ഇക്കോസിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. ഇക്കോസിസ്റ്റം അഥവാ എന്താണ്, ആവാസ വ്യവസ്ഥ. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കുളമായിക്കോട്ടെ, പുഴയായിക്കോട്ടെ, നമ്മൾ പറഞ്ഞിട്ടുള്ള കാടായിക്കോട്ടെ അല്ലെ, കുന്നുകളായിക്കോട്ടെ, വയലുകളായിക്കോട്ടെ, എല്ലാം എന്താണ്, ഓരോരോ ഇക്കോസിസ്റ്റമാണ്, ഓരോരോ ആവാസ വ്യവസ്ഥയാണ്. അവിടെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള, ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ ബയോട്ടിക് ഫാക്ടേഴ്സും, എല്ലാ ജീവീയ ഘടകങ്ങളും ഉണ്ടാവും. കൂട്ടത്തിൽ അവിടെ താമസിക്കുന്ന ബയോട്ടിക് ഫാക്ടേഴ്സ് അല്ലെ, ജീവീയ ഘടകങ്ങൾ ഉണ്ടാവും. അവർ രണ്ടുപേരും ഡിപ്പെൻഡ് ചെയ്ത് മ്യൂച്വൽ റിലേഷൻഷിപ്പിലൂടെ ജീവിച്ചു പോകുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇക്കോസിസ്റ്റം അഥവാ ആവാസ വ്യവസ്ഥ. അവിടെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഉണ്ട്, മാൻ മെയ്ഡ് അല്ലെ. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ മാൻ മെയ്ഡ്, മനുഷ്യനിർമ്മിതമായിട്ടുള്ളതുണ്ട്. അതുപോലെ തന്നെ പ്രകൃതിദത്തം, നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഇക്കോസിസ്റ്റങ്ങളും ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓർത്തു വെക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ആക്ടിവിറ്റി നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഇനിയും നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. യെസ്, ഇക്കോസിസ്റ്റം എന്താണെന്നുള്ളതും കൂടെ മിസ് ഇവിടെ വെച്ചിട്ടുണ്ട്. എന്താണ്, ദി സിസ്റ്റം ഓർ പ്ലേസ് വെർ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ആർ ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ ഇസ് കോൾഡ് ആൻ ഇക്കോസിസ്റ്റം അല്ലെ. ജീവീയ അജീവീയ ഘടകങ്ങൾ പരസ്പരം ആശ്രയിച്ച് ഒന്നിച്ച് ജീവിക്കുന്ന പ്രദേശമാണ് എന്ത്, ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇനി മിസ് പറയാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. നമ്മുടെ 6ാം ക്ലാസ്സിലെ പൊന്നു മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വജ്ര ബാച്ചിനെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ. അവിടെ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്, നമ്മുടെ എൻ ഗെയിം എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് നിങ്ങളുടെ ഒരു റിവിഷൻ ബാച്ച് ആണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കംപ്ലീറ്റ് സിലബസ് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അതിന്റെ റിവിഷൻ, ഇനി അറിയാം ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് പിന്നെ ആനുവൽ എക്സാം വരാൻ പോവാണ്, കുറച്ച് സമയമേ ഉള്ളൂ. ആദ്യം മുതലുള്ള ചാപ്റ്റേഴ്സ് എല്ലാം റിവൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ബാച്ച് ആണ്. അതെന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്നത് 999 അല്ലെ, 999 എന്ന് പറയുന്ന വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിനാണ്. സോ ഓൾറെഡി വജ്ര ബാച്ചിലുള്ള മക്കൾ ഉണ്ടായിരിക്കും, അവരെ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ള മക്കൾ ഉണ്ടായിരിക്കും. അവരെന്ത് ചെയ്യാ, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഈ കാര്യം പറയാ. അതുപോലെ ഇതുവരെ ജോയിൻ ചെയ്യാത്ത മക്കൾ ഉണ്ടെങ്കിൽ ഇനിയിപ്പോ കുറച്ച് ദിവസമല്ലേ ജോയിൻ ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നൊന്നും ചിന്തിക്കേണ്ട. കംപ്ലീറ്റ് നമ്മുടെ ആനുവൽ എക്സാമിന് വേണ്ടി കംപ്ലീറ്റ് നമ്മളെ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട് ഇപ്പൊ ക്രിസ്മസ് എക്സാമിന്റെ മോഡൽ എക്സാംസ് ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ അടുത്ത് ചോദിച്ചാൽ അറിയാം അല്ലെ. അപ്പൊ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. നിങ്ങൾ ഇതാ ഈ നമ്പറിൽ ഒന്ന് എന്ത് ചെയ്താൽ മതി, കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അടിപൊളിയായിട്ടിരിക്കുക. സോ താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.